പട്ടയ അർഹതാ പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷമാക്കി ഉയർത്തുന്നത് സർക്കാർ പരിഗണനയിലുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 312 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാവുകയാണ്. കോഴിക്കോട്, താമരശ്ശേരി താലൂക്കുകളുടെ പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള ഓഡിറ്റോറിയത്തിൽ പട്ടയമേള സംഘടിപ്പിച്ചത്. കോഴിക്കോട്, താമരശ്ശേരി താലൂക്കുകളുടെ പട്ടയമേളയിൽ 1080 പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്ത് റവന്യൂ ഡിജിറ്റൽ കാർഡ് നവംബറോടെ നടപ്പാക്കും. ഭൂമി സംബന്ധമായ 14ഓളം വിവരങ്ങൾ അടങ്ങിയതാകും കാർഡ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട 14ഓളം വരുന്ന വിവരങ്ങൾ, എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ വിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത്. എലത്തൂർ മണ്ഡലത്തിൽ 165, കോഴിക്കോട് നോർത്ത് 108, കോഴിക്കോട് സൗത്ത് 94, ബേപ്പൂർ 46, കുന്നമംഗലം 270, തിരുവമ്പാടി 261, കൊടുവള്ളി 136 എന്നിങ്ങനെ 1080 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഭൂരഹിതരായ ഒരാളുമില്ലാത്ത കേരളം കെട്ടിപ്പടുക്കുകയാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.